60 വർഷത്തിലേറെയായി വിവാഹിതരായ ദമ്പതികൾ. അവർ എല്ലാം പങ്കുവച്ചു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഒരു രഹസ്യമൊഴികെ മറ്റു രഹസ്യങ്ങളൊന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ദമ്പതിമാരിലെ ഈ സ്ത്രീ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ അലമാരയുടെ മുകളിൽ ഒരു ഷൂ ബോക്സ് സൂക്ഷിച്ചിരുന്നു. ഭർത്താവിനോട് അത് തുറക്കുകയോ അതിനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. ഭർത്താവ് ആകട്ടെ 60 വർഷമായി ഈ ഷൂ ബോക്സിനെ കുറിച്ച് ഭാര്യയോട് സംസാരിച്ചതുമില്ല. ഒരു ദിവസം വൃദ്ധയായ സ്ത്രീക്ക് അസുഖം വന്നു. ആ രോഗത്തിൽ നിന്ന് അവർക്ക് സുഖം പ്രാപിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഷൂ ബോക്സിനെ കുറിച്ചുള്ള ചിന്തകൾ അവർ മനസ്സിലേക്ക് ഓടിയെത്തി. വൃദ്ധൻ അലമാരയുടെ മുകളിൽ നിന്ന് ആ ഷൂ പെട്ടി പുറത്തെടുത്ത് ഭാര്യയുടെ അരികിൽ വെച്ചു. ആ പെട്ടിയിലുള്ളത് എന്താണെന്ന് ഭർത്താവിനോട് പറയാൻ അവർ സമ്മതിച്ചു. വൃദ്ധൻ അത് തുറന്നപ്പോൾ 2 തുന്നിയുണ്ടാക്കിയ പാവകളും $95,000 തുല്യമായ പണവും അതിൽ കണ്ടെത്തി. അയാൾക്ക് വലിയ ജിജ്ഞാസ തോന്നി. അതിനെക്കുറിച്ച് ഭാര്യയോട് ചോദിച്ചു. വൃദ്ധയായ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു: നമ്മൾ വിവാഹിതരാകുന്ന സമയത്ത് എൻ്റെ മുത്തശ്ശി സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യത്തെപ്പറ്റി എന്നോട് പറഞ്ഞു തന്നിരുന്നു. ഒരിക്കലും വഴക്കുണ്ടാക്കാതിരിക്കുക എന്നതായിരുന്നു ആ രഹസ്യം. നിനക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കുകയും ഒരു പാവയെ നെയ്യുകയും ചെയ്യണമെന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ അയാൾ വളരെയധികം വികാരഭരിതനായി. കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞു. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് 2 പാവയെ തുന്നേണ്ടി വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ 2 തവണ മാത്രമേ ദേഷ്യപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നോർത്ത് അയാൾ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞു. അയാൾ പറഞ്ഞു: പ്രിയപ്പെട്ടവളെ, പാവയുടെ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ പെട്ടിയിലുള്ള പണത്തിന്റെ രഹസ്യം അതെങ്ങനെയാണ്? അത് എവിടെ നിന്നാണ് വന്നത്? ഓ, വൃദ്ധ പറഞ്ഞു, അതെല്ലാം പാവകളെ വിറ്റ് കിട്ടിയ പണമാണ്. സന്തോഷകരമായ ദാമ്പത്യത്തിന്റെ കുടുംബജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ ഒന്നാണ് ഇവിടെ വിവരിക്കപ്പെട്ടത്. പല കുടുംബങ്ങളിലും ഈ ചിത്രം തിരിച്ചുമാകാം. ദേഷ്യമുണ്ടാക്കുന്ന, കലഹിക്കാൻ ഇടവരുന്ന ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ കുടുംബജീവിതവും മുന്നോട്ട് പോകുന്നത്. വലിച്ചെറിഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ്, ജീവിച്ച് കാണിക്കാനാണ് ഏറെ ബുദ്ധിമുട്ട്. പലതും മറക്കാനും പൊറുക്കാനും മറ്റ് ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനും ഒക്കെ കഴിഞ്ഞാലേ കുടുംബജീവിത തോണി വിഘാതമില്ലാതെ മുന്നോട്ട് പോകൂ. വാദങ്ങളിലും മത്സരങ്ങളിലും ആരും ജയിച്ചിട്ടില്ലെന്നുകൂടി നാം ഓർക്കുക.